സൗദി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന മലയാളികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തായ്ലാന്റ് വഴി ദമ്മാമിലെത്തിയ മലയാളിയിൽ നിന്നും പിടിച്ചെടുത്തത് മാരകമായ 3 കിലോയോളം ഹാഷിഷാണ്. ഇത് സ്വീകരിക്കാനെത്തിയ മലയാളികളടക്കം 5 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായത്. ദിനേന 5 അതല്ലെങ്കിൽ 6 എന്ന തോതിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഈ രാജ്യത്ത് വധശിക്ഷ നടപ്പാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മലയാളികളുടേതടക്കമുള്ള ഇത്തരം നിയമലംഘനങ്ങൾ. സൗദിയിൽ ലഹരിക്കടത്ത് കേസിൽ പിടിയിലാകുന്ന മലയാളി പ്രവാസികളുടെ എണ്ണം ദിനേന വീണ്ടും വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം തായ്ലാന്റ് വഴി ദമാമിലെത്തിയ മലയാളിയിൽ നിന്നും പിടിച്ചെടുത്തത് മാരക ലഹരി വസ്തുവായ 3 കിലോയോളം വരുന്ന ഹാഷിഷ്. വസ്തു സ്വീകരിക്കാനെത്തിയ മലയാളികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായി. രാജ്യത്ത് ലഹരിക്കടത്ത് കേസുകളിൽ ദിനേന 5ഉം 6ഉം പേർക്ക് വധശിക്ഷ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് മലയാളി യുവാക്കളുടെ നിയമലംഘനം. കോഴിക്കോട് സ്വദേശിയാണ് ഉംറ വിസയിൽ കഴിഞ്ഞ ദിവസം തായ്ലാന്റിൽ നിന്നും ദമാമിലെത്തിയത്. മാരകലഹരി വസ്തുവുമായി എത്തിയ പ്രതിയെയും കൂട്ടാളികളെയും നാടകീയമായാണ് സുരക്ഷാ വിഭാഗം വലയിലാക്കിയത്. വിമാനത്താവളത്തിലെ പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പ്രതിയെ പിന്തുടർന്ന സുരക്ഷാ വിഭാഗം വഴിയിൽ വെച്ച് പിടികൂടുകയും ശേഷം കൂട്ടാളികളെ കൂടി വലയിലാക്കുകയുമായിരുന്നു. കിലോ ഹഷീഷുമായിട്ടുമാണ് ദമാം എയർപോർട്ടിൽ ഇറങ്ങുന്നത്. അന്വേഷണ വിഭാഗം അദ്ദേഹത്തെ പുറത്തുവിടുകയും അദ്ദേഹം വളരെ ലാഘവത്തോടെ ഈ സാധനം എത്തിക്കേണ്ട ഒരു തങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് എത്തിപ്പെടാൻ ചെയ്യുന്ന സമയത്താണ് നിരപരാധികളായ 2 പേർ, ഇവരെ കാണാൻ വന്ന 2 പേർ കൂടെ ഇതിന് കൂടെ പിടിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല 5 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. വലിയ കുറ്റത്തിൽപ്പെട്ടതാണ് 3 കിലോ ഹഷീഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വധശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ്. ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പ്രത്യേക സുരക്ഷാ ക്യാമ്പയിൻ നടത്തിവരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ലഹരിക്കടത്തിന് ഏറ്റവും ഉയർന്ന ശിക്ഷയായ വധശിക്ഷ നിലവിലുള്ളതും സൗദിയിലാണ്. അടുത്ത കാലത്താണ് ലഹരിക്കേസുകളിൽ പിടിക്കപ്പെടുന്ന മലയാളികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായത്. പിടിയിലാക്കുന്നവരിൽ ഭൂരിഭാഗവും പുതുതലമുറ ചെറുപ്പക്കാരും. نحذر اخواننا المقيمين في المملكه العربيه السعوديه من الجنسيه الهنديه ومن الجنسيات الاخرى بالحذر مع التعامل مع الاشخاص المشبوهين في قضايا المخدرات للعقوبات الصارمه وفق النظام السعودي لنظام الاجراءات الجزائيه والذي يؤدي الى الابعاد خارج المملكه العربيه السعوديه. ലഹരിക്കേസുകളിൽ അകപ്പെടുന്നവരെ സഹായിക്കാൻ എംബസിക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ സാധ്യമല്ല. എന്തിനേറെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് പോലും ഇത്തരം കേസുകളിൽ ഇടപെടുന്നതിന് പരിമിതികളേറെയാണ്. ആലപ്പുഴ, തിരുവനന്തപുരത്തുള്ള 3 യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും 10 ഗ്രാമിൻ്റെ ഏതാണ്ട് 9 പാക്കറ്റോളം പിടിക്കപ്പെട്ട് 2 പേരെ അവിടുന്ന് ജയിൽ മോചിതരായിട്ടുണ്ട്. മൂന്നാമത്തെ കക്ഷിക്ക് കൊടുത്തിരിക്കുന്ന 5 വർഷം ജയിൽ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന യുവാക്കളുടെ മയക്കുമരുന്ന് കേസുകൾ എണ്ണിയാൽ ഒതുങ്ങാത്താണ്. ദമാം സെൻട്രൽ ചെയ്യുന്നതിന് നിരവധി ആളുകളാണ് ഇപ്പോൾ യുവാക്കൾ കിടക്കുന്നത്. കൂടെ യാത്ര ചെയ്യുന്നവർ പിടിക്കപ്പെടുന്നുണ്ട്, കൂടെ താമസിക്കുന്നവർ പിടിക്കപ്പെടുന്നുണ്ട്. നിരപരാധികളും ഇക്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് വളരെ ഖേദകരമായ സംഗതി. അതുകൊണ്ട് ആരെ വിശ്വസിക്കണം, ആരെ കൂടെ യാത്ര ചെയ്യണം, ആരെ കൂടെ താമസിക്കണം എന്ന് പോലും അറിയാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ മലയാളി സമൂഹം. വക്കീൽ ഓഫീസുകളിലും പോയി കാണാൻ നിരവധി കേസുകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മയക്കുമരുന്നിൻ്റെ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ മലയാളി സമൂഹം. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ച കേസുമായിട്ടാണ്. ലഹരിക്കടിപ്പെട്ടവരെ ആത്മാർത്ഥമായി സഹായിക്കാൻ സൗദിയിൽ സർക്കാരും നിയമവും ഒരുക്കമാണ്. ഇത്തരക്കാർക്ക് ഇതിൽ നിന്നും മുക്തി നേടാനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും രാജ്യത്തുടനീളം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. تسعى المملكة العربية السعودية
تتبنى نهجا متكاملا لمحاربة المخدرات وعلاج الأفراد المتعاطين من خلال التوعية والتثقيف والوقاية والعلاج التأهيلي والتعاون مع الجهات الحكومية فيما يخص معالجة الأفراد من الإدمان للمخدرات، مثل التخصيص مراكز صحية فيما يخص هذا الأمر وعلاجهم وتأهيلهم اجتماعيا ونفسيا وصحيا. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ലഹരിക്കടത്ത് കേസുകളിൽ നിരന്തരം വധശിക്ഷകൾ നടപ്പിലാക്കി വരുന്നതിനിടെയാണ് മലയാളികൾ ഉൾപ്പെടെ വീണ്ടും പിടിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏതാണ്ട് 30ഓളം വിദേശികളെ മാത്രം ഇവിടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്, വെറും മയക്കുമരുന്ന് കേസിൽ മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ യുവാക്കൾ എങ്ങനെയാണ് ഇതിലേക്ക് അടിമപ്പെട്ടു പോകുന്നത്, ഇതിലേക്ക് എത്തിപ്പെടുന്നത് നമുക്ക് ഒരു മനസ്സിലാകാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും പരമാവധി ഇവിടെയുള്ള രക്ഷിതാക്കൾ, ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മറ്റു കുട്ടികളൊക്കെ രക്ഷിതാക്കളിൽ നിന്ന് നിരന്തരം അവരൊരു ബോധവൽക്കരണം ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല ഇവരെല്ലാം കണ്ണുപെട്ടിച്ചുകൊണ്ടാണ് ചിലരെ സുഹൃത്തുക്കൾ വഴിയാണ് ഇവർ ആദ്യം ഉപയോഗിക്കാൻ വാങ്ങുന്നു, പിന്നെ അത് വിൽപ്പനക്കാരെ മാറുന്നു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, വ്യാപക പരിശോധനയാണ്. നിങ്ങൾ ഒരു തരത്തിലും രക്ഷപ്പെടുകയില്ല. മാത്രമല്ല ഇവിടെ പല തരത്തിലുള്ള പല സംവിധാനങ്ങളിലൂടെയാണ് അവരിപ്പോൾ മയക്കുമരുന്ന് വിൽപ്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും കണ്ടെത്താനുള്ള പല മാർഗ്ഗങ്ങളും അവരുടെ മുന്നിലുണ്ട് സൗദി ഗവൺമെൻറ് ഭാഗത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ള ധാരണയിൽ നിങ്ങൾ ഒരു തരത്തിലും ഇതിന് ഇറങ്ങിത്തിരിക്കേണ്ട. ഉറപ്പിച്ചൊരു കാര്യം വിശ്വസിക്കുക, നിങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം ആകെ താറുമാറുന്ന ഒരു അവസ്ഥയിലാക്കാണ് ഇത് പോകുന്നത്. നമ്മുടെ മലയാളി യുവാക്കൾ എങ്ങനെയാണ് ഇതിൽ പെട്ടുപോകുന്നത് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. വളരെ മാന്യമായി നടക്കുന്ന ചെറുപ്പക്കാരെയൊക്കെയാണ് നമ്മൾ പിന്നീട് സുപ്രഭാതത്തിൽ കേൾക്കുന്നത് അവനെ ഡ്രഗ്സുമായി പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. നമ്മൾക്കറിയുന്നത് നമ്മളെ പൊതുസമൂഹത്തിൽ നന്നായി ജീവിക്കുന്ന ആളുകളൊക്കെയാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. രക്ഷിതാക്കളും പൊതുസമൂഹവും ലഹരി വിപത്തിനെതിരെ ജാഗ്രതയിലെത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ നട്ടെല്ലായ പ്രവാസത്തിന് തന്നെ പരിക്കേൽപ്പിക്കുന്നതായി സമീപഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ മാറിയേക്കും.